ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറിസം, ആ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിലിപ്പോൾ 29ാമത്തെ പേജിൽ ഒരു ടേബിൾ ഉണ്ട്. ഇത് നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അതിൽ ഐസോമേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ഐസോമെറിക് പെയർസ്. സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ഈച്ച് പെയർ. ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, മെറ്റാമെറിസം. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇതിൽ ഈ പറഞ്ഞ ഇവിടെ 1, 2, 3 ഐസോമേഴ്സ് ഏതൊക്കെ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അതിൽ ഐസോമേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ കൂടെ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊത്തത്തിൽ എല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ ഐസോമേഴ്സ് ആണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ ഐസോമേഴ്സ്. ചെയിൻ ഐസോമേഴ്സ് ഇവിടെ ഒന്നാമത്തെ സ്ട്രക്ചറിൽ ഇവിടെയുള്ളത് OH ഫങ്ഷൻ. നമുക്ക് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് മാറ്റിയിട്ട് സാധാരണ ചെയിൻ മാത്രമാണ്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ഐസോമേഴ്സിൽ വരുന്നതാണ്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയിൻ ഐസോമേഴ്സും ആയതുകൊണ്ട് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഇതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തേൽ ഫങ്ഷൻ, അത് നമുക്ക് അവിടെ പരിഗണനയ്ക്ക് വെക്കാം. ഇനി അഞ്ചാമത്തേൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ആറാമത്തേലും. ഇനി ഫങ്ഷൻ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്ത സാധാരണ നോർമൽ ചെയിൻ ഉള്ളത് 1ലും 4ലുമാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇത് ചെയിൻ ഐസോമെറിസത്തിൽ ഇത്രയും നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 1, 2, 3, 5 കാർബൺ. അപ്പോൾ നമുക്കൊരു വേറൊരു പേജിലേക്ക് ഇത് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ രണ്ടാമത്തെയാണ് നമ്മൾ CH3, CH2, CH2, 1, 2, 3, 4, 5. ഇനി നാലാമത്തേത് CH3, CH2, CH3. അപ്പോൾ നമ്മൾ ചെയിൻ ഐസോമെറിസം ആണ് ഇത് എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാത്തിലും ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ. അപ്പോൾ ഇത് സ്ട്രക്ചർ ഫോർമുല ഇത് വ്യത്യാസമാണ്, കാർബൺ ചെയിനിൽ ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ചെയിൻ ഐസോമെറിസം ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നോക്കേണ്ടത് 1, 2, 3, 4, 5. ഇതിപ്പം 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ പെൻഡെയിനാണ്. ഇവിടെ 1, 2, 3, 4, 4 ഉള്ള ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ആണെങ്കിൽ അത് നേരത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് വിശദീകരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് വരുമ്പോൾ ഇത് മീഥെയിൻ ആണ്, അത് 2 മെത്തിൽ ബ്യൂട്ടെയിൻ ആണ്. ഇനി ഇതിൽ കാർബൺ ചെയിനിൽ വ്യത്യാസമുണ്ട്. കാർബൺ നമുക്ക് ഒരേ എണ്ണമാണ് കിട്ടിയത്. ഇനി ഹൈഡ്രജനും ഒരേ എണ്ണമാണെങ്കിൽ അത് അവിടെ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. അപ്പോൾ ഇത് ചെയിൻ ഐസോമേഴ്സ് ആയിരിക്കും. ഇവിടെ 3 കാർബണാണ്, 3ഉം 2ഉം 5, 5, 2, 7, 7, 2, 9, 9ഉം 3ഉം നമുക്ക് 12 ഹൈഡ്രജൻ ആറ്റം കിട്ടി. H12 ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നോക്കുക 1, 2, 3, 4, 5 നേരത്തെ എണ്ണിതാണ്. C5 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി H നോക്കാം, 3, 3, 2, 5, 3. അപ്പോൾ ഇവിടെ ഈ ഒന്നാമത്തേൻ്റെയും നാലാമത്തേൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ കാർബൺ ചെയിൻ ഐസോമെറിസം ആണ്. ഒന്നാമത്തെയും നാലാമത്തെയും ചെയിൻ ഐസോമെറിസം. ഇനി രണ്ടാമത്തെ നമുക്ക് പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുമ്പോൾ അവിടെ ഈ 1നെയും 4നെയും നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കും. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് ഈ പൊസിഷൻ ഐസോമെറിസത്തിൽ വരിക. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കാർബൺ ചെയിൻ്റെ ഒന്നാമത്തെയും നാലാമത്തെയും നമ്മൾ ചെയിൻ ഐസോമെറിസമായിട്ട് മാറ്റി വെച്ചു. ഇത് മറ്റൊന്നിലും ഇപ്പോൾ ഫങ്ഷണൽ ഐസോമെറിസത്തിൽ എന്തായാലും ഇത് പെടുന്നില്ല, കാരണം അവിടെ ഫങ്ഷണൽ ഐസോമെറിസത്തിലും പൊസിഷൻ ഐസോമെറിസത്തിലും ഇത് പെടുന്നില്ല. ഈ 1ലും 4ലും ഫങ്ഷൻ ഗ്രൂപ്പുകളൊന്നുമില്ല. ഇനി നോക്കേണ്ടത് 2ലും 4ലും, ഇനി 1ലും 3ലും 5, 6, 1, 3. ഇതിൽ പൊസിഷൻ ഐസോമെറിസം കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ പൊസിഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, പക്ഷേ അതിൻ്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് ഏതൊക്കെയാണെന്ന്, ഒന്നാമത്തേതിലെ ഫങ്ഷൻ ഗ്രൂപ്പ് OH ആണ്, രണ്ടാമത്തേതിൽ ON ഓക്സിയാണ്, അഞ്ചാമത്തേതിലും ഓക്സിയാണ്. ഇതിനെ നമ്മൾ മാറ്റി വെച്ചു. ഇനി ആറാമത്തേതിൽ OH ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്യും. ഇത് പൊസിഷൻ എഴുതി നോക്കണം.
അത് ഞാൻ വേറൊരു പേജിലേക്ക് എഴുതുന്നു. കാരണം ഇവിടെ നമ്മൾ എഴുതി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എഴുതാനുള്ള സ്ഥലമില്ല. മാത്രമല്ല പെട്ടെന്ന് നമ്മൾ ടെക്സ്റ്റിലെ ഫില്ല് ചെയ്ത് പോയ പോലെ പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആക്കി മനസ്സിലാക്കാൻ പറ്റിയത് വെറും ഒരു ആൻസർ മാത്രമായതുകൊണ്ടാണ് ഞാൻ ആ പേജുകളിൽ അങ്ങനെ എഴുതിപ്പോയത്. ഇവിടെ നമുക്ക് ഇതെടുത്ത് എഴുതിയിട്ട് തന്നെ ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ CH3 CH2 CH2 CH2OH. ഇനി OH വന്നിരിക്കുന്നത് ആറാമത്തെയാണ്, അതും കൂടി എഴുതുന്നു. CH3 CH2. ഇനി നമുക്കിത് ചെക്ക്. ഐസോമേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണം. ഇത് പൊസിഷൻ ഐസോമേഴ്സ് ആകാൻ വേണ്ടി നമുക്ക് ഇവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒരു സ്ഥാനത്ത്, ഇവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഇവിടെ വ്യത്യാസമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിൽ ഇത് പൊസിഷൻ നോക്കാം. കാർബൺ 1 2 3 4 OH ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് നമുക്ക് C4 ആണ്. ഇവിടെ നോക്കുക 1 2 3. ഇനി H നോക്കുക, ഇവിടെ 3 H3 3 2 5 2 9 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയും അത് 3 3 2 5 5 1 6 6 3 9 9 ഇവിടെ C4 H. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഈ ഒന്നാമത്തെയും ആറാമത്തെയും കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല. അതുപോലെ തന്നെ ഇതിന് സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പാണുള്ളത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ, അതുകൊണ്ട് തന്നെ ഇത് പൊസിഷൻ ഐസോ, ഇവിടെ പൊസിഷൻ ഐസോമേഴ്സ് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. അവിടെ വേറെ ഏതെങ്കിലും പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടോ? നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള വേറെയും 2 ഗ്രൂപ്പുകളോടെ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നിനെയും രണ്ടാമത്തേനെയും നമ്മൾ നാലാമത്തേനെയും മാറ്റി വെച്ചു. ഇനി ഒന്നാമത്തെയും ആറാമത്തെയും നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ്. ഇനി മൂന്നാമത്തെയും അഞ്ചാമത്തെയും നമുക്ക് അവിടെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പാണ് രണ്ടിലുള്ളത്. ഇതിൽ മൂന്നാമത്തേന് CH3 CH2 CH2, അഞ്ചാമത്തേത് CH3 CH2O CH2. അപ്പോൾ ഇത് പൊസിഷൻ ഐസോമേഴ്സ് ആണ് എന്ന് നമുക്ക് ഉറപ്പില്ല, കാരണം മോളിക്കുലർ ഫോർമുല ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് മോളിക്കുലർ ഫോർമുല ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് പൊസിഷൻ ഐസോമേഴ്സ് ആണെങ്കിൽ ഇവിടെ ഓക്സി ഗ്രൂപ്പ് വന്നേക്കുന്നത് ഇവിടെ 1 രണ്ടാമത്തെ സ്ഥാനത്താണ്, ഇവിടെ 1 2 മൂന്നാമത്തെ സ്ഥാനത്താണ്. ഈ O എന്നുള്ള ഓക്സി ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമാണ്. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിലെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്. ഇനി മോളിക്കുലർ ഫോർമുലയും കൂടെ ചെക്ക് ചെയ്യാം. 1 2 3 4 ആണ്. ഇവിടെ നോക്കുക 1 2 3 4. അപ്പോൾ ഇവിടെ C4. ഇനി ഹൈഡ്രജൻ നോക്കുക 3 2 5 5 2 7 7 C4H. ഇവിടെ 3 3 2 5 5 2 7 7 10. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇനി മുകളിലത്തേക്ക് നോക്കുക 1 4 1 6 അവിടെയും C4H10 തന്നെയാണ്. ഈ 4 മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്, അതിൻ്റെ പൊസിഷൻ അത് ഇത് രണ്ടുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ്, അതിൻ്റെ പൊസിഷൻ മാറി. ഇവിടെയും ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, പൊസിഷൻ മാറി. ഇതും പൊസിഷൻ ഐസോ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെയും ആറാമത്തെയും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അതുപോലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. അപ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സിൽ എന്തായാലും ഫംഗ്ഷൻ ഗ്രൂപ്പ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത് രണ്ടാമത്തേന് നാലാമത്തെ നമ്മൾ മാറ്റിവെച്ചു. ഇനി നമുക്ക് ഇത്രയും സാധനമാണ്. ഫങ്ഷണൽ ഐസോമേഴ്സത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് ഇത് നമുക്ക് എടുത്ത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ CH3 CH2 CH2 CH2OH. രണ്ടാമത്തെ നമ്മൾ ഒഴിവാക്കി. ഇനി മൂന്നാമത്തെ CH3 CH2. ഒന്നാമത്തെ എഴുതി, രണ്ടാമത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, ചെയിൻ ഐസോമേഴ്സും. മൂന്നാമത്തെ എഴുതി, നാലാമത്തെയും ചെയിൻ ഐസോമേഴ്സും. അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല, അതും നമ്മൾ മാറ്റി. ഇനി ആറാമത്തെ CH3 എല്ലാം നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിലെല്ലാം ഏതൊക്കെയാണ് ഐസോമേഴ്സ് നമുക്ക് നോക്കണം. നമുക്ക് വേണ്ടത് ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സത്തിൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ
ഇവിടെ ഒ എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒ ഉണ്ട്. അതുപോലെ ഇവിടെ ഒ ഉണ്ട്, ഇവിടെ ഒ എച്ച് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം, മോളിക്കുലാർ ഫോർമുല ചെക്ക് ചെയ്യാം. ഒന്നാമത്തേൽ 1 2 3 C4 എച്ച് നോക്കാം. 3 3 2 5 5 2 7 7 2 9 1 10 10. ഇനി ഇതിൽ H10 ഒരു O ഉണ്ട്. മൂന്നാമത്തേൽ 1 2 3 4 കാർബൺ. ഹൈഡ്രജൻ 3 3 2 5 5 2 7 7 3 10. അപ്പോൾ ഇവിടെ C4H10O ഇതും C4H10 സെയിം മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷേ ഇതിനെ രണ്ടിലെയും ഇവിടെ OH O ആണ്, ഓക്സിജൻ. അപ്പോൾ ഫങ്ഷണൽ ഐസോമറിസം വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അപ്പോൾ ഈ 1ഉം 3ഉം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി അടുത്തത് അഞ്ചാമത്തെ നമുക്ക് 1 2 3 എച്ച് നോക്കാം. 3 3 2 5 5 2 7 7 3 H10 ആണ്, OA. ഇവിടെ ഈ എഴുതിയ എല്ലാത്തിനും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അപ്പോൾ നമ്മളിവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ O എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലുണ്ട് നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളതിൻ്റെ നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതി, ഫോർമുലയൊക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, ഇവിടെ O ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസപ്പെടുന്ന ഏതൊക്കെയുണ്ട്, ഇവിടെയും ഇത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. നമ്മൾ കണ്ടുപിടിച്ചത് ഫങ്ഷണൽ ഐസോമേഴ്സ് ഒന്നാമത്തെയും മൂന്നാമത്തെയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 1. ഇനി ഒന്നാമത്തേൽ OH ഫംഗ്ഷൻ ഗ്രൂപ്പാണുള്ളത്. ഇനി ഫംഗ്ഷൻ ഗ്രൂപ്പിന് മാറ്റമുള്ളത് ഒന്നാമത്തെ തന്നെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തേതുമായിട്ട് വരുന്ന ഇതെല്ലാം സെയിം മോളിക്കുലർ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഇതിനകത്ത് വരും. ഇനി അഞ്ചാമത്തെ നോക്കിയാൽ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് OA. അപ്പോൾ 1ഉം 5ഉം ഇവിടെ ശരിയാവും. ഇനി 1 വെച്ച് നോക്കിയാൽ 1ഉം 6ഉം നോക്കിയാൽ രണ്ട് സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ അതല്ല. ഇനി നമുക്ക് 1 3 നമ്മൾ എഴുതി, 1ഉം 5ഉം എഴുതി. രണ്ടാമത്തെയും നാലാമത്തെ നമ്മൾ മാറ്റി വെച്ചാൽ. അപ്പം ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേതുമായിട്ട് ഏതെങ്കിലും 3 ധൈര്യത്തിലങ്ങ് എഴുതുന്നു. 3 മൂന്നാമത്തേതും ഇവിടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മൂന്നാമത്തെ O എന്ന ഓക്സിയാണ്. എല്ലാത്തിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനില്ല. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറുന്നത് ആറാമത്തേന് OH ആണ്. അപ്പോൾ മൂന്നാമത്തേതും അഞ്ചാമത്തേതും ശരിയാവില്ല, കാരണം ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കി, ഒന്നാമത്തേതും 1ഉം 3ഉം ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. 1ഉം 5ഉം ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. അപ്പോൾ 1നെ വിട്ടു. ഇനി 2 നോക്കും, കണ്ടില്ല. അപ്പോൾ മൂന്നാമത്തെ നോക്കും. ഇതിൽ രണ്ടാമത്തെ 3ഉം 5ഉം ശരിയാവൂല, കാരണം സെയിം ഫങ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ 3ഉം 6ഉം നോക്കും. 3ഉം 6ഉം വ്യത്യസ്ത ഫങ്ഷൻ ഗ്രൂപ്പാണ്. 3ഉം 6ഉം നോക്കും. ഇനി വേറെ നോക്കാൻ 3നെ വിട്ടു. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. ഇതിലൊന്നും ഉണ്ടാവും, നമുക്ക് നോക്കാം. 5ൽ വരുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് ഓക്സിയാണ്. 6ൽ വരുന്നത് OH ആണ്. അപ്പോൾ 5ഉം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തതിൽ നമ്മൾ രണ്ടാമത്തെ നാലാമത്തെ ഒഴിവാക്കി. പിന്നെ 1 3 5 6 ഇത്രയുമാണ്. ഇവിടെ 4. ഈ 4ത്തിൻ്റെയും ഫങ്ഷൻ ഗ്രൂപ്പ് രണ്ടെണ്ണത്തിന് ഒരേപോലെയാണ്, രണ്ടെണ്ണത്തിന് വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ മോളിക്കുലർ ഫോർമുല ഈ 4ത്തിൻ്റെയും സെയിം ആണ്. സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വ്യത്യസ്ത ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നത് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഒന്നാമത്തേതിൽ OH ഉണ്ട്, 1ഉം മൂന്നാമത്തേൽ O ആണ്. അപ്പോൾ 1ഉം 3ഉം വ്യത്യസ്ത ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഇനി ഒന്നാമത്തേതിന് അടുത്ത് നോക്കുന്നു. ഒന്നാമത്തേതും അഞ്ചാമത്തേതും അത് വ്യത്യസ്ത ഫങ്ഷൻ ഗ്രൂപ്പാണ്. ആറാമത്തെ OH ആണ്, അതിനെ കൂട്ടിയിട്ടില്ല. ഇനി മൂന്നാമത്തെ നോക്കുന്നു. ഇതിൽ രണ്ടാമത്തെ എഴുതിയേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം മൂന്നാമത്തേതിൽ O ആണ് ഫങ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ O അല്ലാതെ ഒന്ന് നോക്കണം. ഒന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് ആറാമത്തെ 3ഉം 1ഉം ഉണ്ട്, അത് ആദ്യം എഴുതിക്കൊണ്ടതും പിന്നെ നോക്കുന്നില്ല. അപ്പോൾ പിന്നെയുള്ളത് മൂന്നാമത്തെയും ആറാമത്തെയും. അതും കഴിഞ്ഞു അടുത്ത് വരുന്നത് അഞ്ചാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് O ആണ്. അപ്പോൾ OH വരുന്ന ഒരെണ്ണം നോക്കാം.
അത് ഒന്നാമത്തെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ വിട്ടു. ഇനിയുള്ളത് അഞ്ചാമത്തെയും ആറാമത്തെയും. അപ്പൊ അങ്ങനെ ഫങ്ഷണൽ ഐസോമേഴ്സ് നമുക്ക് 1, 2, 3, 4 ഗ്രൂപ്പുകൾ നമുക്ക് കിട്ടി. 4 പേഴ്സ് ഫങ്ഷണൽ ഐസോമേഴ്സ് കിട്ടി. ഇനി നമുക്ക് മെറ്റാമേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ മെറ്റാമേഴ്സിന്റെ പ്രത്യേകത ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, പക്ഷേ വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഗ്രൂപ്പുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെയും നാലാമത്തെ നമ്മൾ ഒഴിവാക്കി, പിന്നെ രണ്ടാമത്തെയും നാലാമത്തെ ഒഴിവാക്കി. ഇനി ഒന്നാമത്തേൽ OH ആണ്, ഇവിടെ OH ആണ്, ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും പ്രത്യേകിച്ച് ആരും വരുന്നില്ല. അതായത് നടുക്ക് ആ ഫങ്ഷൻ ഗ്രൂപ്പ് വരികയും അതിന്റെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ ഓരോ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരികയും ചെയ്യണം. അപ്പം ഇത് ആൽക്കഹോളിന് OH വരുന്നിടത്ത് അങ്ങനത്തെ ഒരു കേസില്ല. CO വന്നാലോ O വന്നാലോ കേസുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ CO വരുന്ന 2 സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെയും അഞ്ചാമത്തെയും അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. എന്നിട്ട് അതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് നോക്കിയാൽ അത് മെറ്റാമറിസം ആണോ എന്ന് മനസ്സിലാവും. നമുക്ക് ഇവിടെ ആകെ സെലക്ട് ചെയ്യാൻ മൂന്നാമത്തെയും അഞ്ചാമത്തെയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും മെറ്റാമറിസം എന്നുള്ള ആ ഗണത്തിൽ പെടുന്നതല്ല. ഇനി അത് സെയിം മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മൂന്നാമത്തെയും അഞ്ചാമത്തെ ഞാൻ എടുത്തിരുന്നു. മൂന്നാമത്തത് CH3 CH2 CH2 O CH3 ആണ്. ഇനി അഞ്ചാമത്തെ CH3 CH2 O CH2 CH3. അപ്പൊ ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം ആണ്. അതിന്റെ രണ്ട് വശത്തുമുള്ള ഇവിടെ 1, 2, 3 പ്രൊപ്പൈൻ വന്നിട്ടുണ്ട്, ഇവിടെ മീഥൈൻ ആണ്, ഇവിടെ ഈഥൈൻ ആണ്, ഇവിടെ ഈഥൈൻ ആണ്. ഇനി മോളിക്കുലർ ഫോർമുലയും കൂടെ ശരിയാണെങ്കിൽ ഇത് മെറ്റാമറിസം ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് മോളിക്കുലർ ഫോർമുല നോക്കാം. അപ്പോൾ മൂന്നാമത്തെ മോളിക്കുലർ ഫോർമുല 1, 2, 3, 4 കാർബൺ ആറ്റം C4. നമ്മൾ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റനിൽ ഇത് എഴുതിയതാണ്, ഒന്നുകൂടെ നമുക്ക് എടുത്ത് എഴുതാം. ഹൈഡ്രജൻ 3, 3 2 5, അതിന്റെ സ്പീഡിൽ പറയാം. 5, 5 2 7, 7 3 10, H10 ആണ്. അതുപോലെ അഞ്ചാമത്തത് 1, 2, 3, 4, ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ C4 ആണ്. പിന്നെ 3, 3 2 5, 5 2 7, 7 3 10, H10 ആണ്, O. അപ്പൊ ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ശരിക്കും പൊസിഷൻ ആണെങ്കിലും ഇത് പൊസിഷൻ ഐസോമെറിസിൽ അല്ല വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രൊപ്പൈൻ ആണ്, ഇവിടെ മീഥൈൻ. ഇത് മെത്തോക്സി പ്രൊപ്പൈൻ ആണ്, ഇവിടെ ഈഥൈൻ ആണ്, ഇവിടെ ഈഥൈൻ ആണ്, എത്തോക്സി ഈഥൈൻ ആണ്. അപ്പോൾ ഇത് മെറ്റാമറിസം ആണ്. ഇത് ഇപ്പൊ മെറ്റാമറിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഈ മൂന്നാമത്തെയും അഞ്ചാമത്തെയും. ഇപ്പൊ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആണ്. ഇനി ലെറ്റ് us അസസ്. അതിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിശദീകരിച്ച് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.